ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യം വെല്ലുവിളി നേരിടുന്ന സാഹചര്യങ്ങളിൽ പ്രത്യാശ പകരാൻ അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനാംഗങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ഈ മാസം 29-ന്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന പറന്നുയരാം കരുത്തോടെ ബോധവൽക്കരണ പരിപാടിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട നാളെ അടയ്ക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. കേരളത്തിന്റെ ആദ്യ മത്സരം വ്യാഴാഴ്ച പഞ്ചാബിനെതിരെ. വാർത്തകൾ വിശദമായി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സ്ഥാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൃഢനിശ്ചയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് രാജ്യം അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ജീവൻ സംരക്ഷിക്കാനും ആശ്വാസം നൽകാനും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രത്യാശ പകരാനും എൻഡിആർഎഫ് ഉദ്യോഗസ്ഥർ അക്ഷീണം പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സഭാ സമ്മേളനമാണ് നാളെ ചേരുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മാർച്ച് 26 വരെ 32 ദിവസം നീളുന്ന നിയമസഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. ഈ മാസം 22, 27, 28 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയാണ്. ഫെബ്രുവരി 6 മുതൽ ഫെബ്രുവരി 22 വരെ സഭ ചേരില്ല. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെ 2026-27 ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ തുടക്കമായി. മാഘ ഗുപ്ത നവരാത്രി ആരംഭദിനമായ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നു മുതൽ ഫെബ്രുവരി 3 വരെയാണ് മേള നടക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമായ ഈ സൌകര്യം സംസ്ഥാനത്ത് ആദ്യമായി കൊല്ലം ജില്ലയിലാണ് യാഥാർത്ഥ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. വിദൂരത്തിരുന്ന് ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന തൊഴിലിടങ്ങളുടെ ശൃംഖല കേരളത്തിലാകെ സ്ഥാപിക്കുകയാണ് കെഡിസ്കിന്റെ നേതൃത്വത്തിൽ വർക്ക് നിയർ ഹോം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഫ്രീലാൻസായി തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ, സ്റ്റാർട്ടപ്പുകൾ, സ്വന്തമായി ചെറു സംരംഭങ്ങൾ നടത്തുന്നവർ തുടങ്ങിയവർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കും. കമ്പ്യൂട്ടറുകൾ, ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവയും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും വർക്ക് നിയർ തൊഴിലിടത്തിൽ സജ്ജമാണ്. ഇതിലൂടെ സമയം, യാത്ര, വാടക എന്നിവയുടെ സാമ്പത്തികവും ലാഭിക്കാനാകും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റ് എന്ന പേരിൽ ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ജനുവരി 21 വരെയാണ് പരിപാടി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് പട്ടികയിലെ തിരുത്തലുകൾക്കായി അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ മാസം 30 വരെ സമയപരിധി നീട്ടി നൽകിയത്. കേരളത്തിൽ കരട് പട്ടിക ഇക്കഴിഞ്ഞ ഡിസംബർ 23-നാണ് പ്രസിദ്ധീകരിച്ചത്. തിരുത്തലുകൾക്കുള്ള കാലയളവ് ഈ മാസം 22 വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ARnews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARnews_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ ആരംഭിച്ച സംഗമത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്ത് ഒരുക്കിയ കേരള ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഝാർഖണ്ഡിൽ നിന്നും വിദഗ്ധ സംഘം ഇന്ന് മണ്ഡലം സന്ദർശിക്കുന്നു. തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതലറിയാൻ മന്ത്രി എം.ബി. രാജേഷുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയോജനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം, പൊതുജന പങ്കാളിത്തം എന്നിവ നേരിട്ട് മനസ്സിലാക്കാനാണ് ഝാർഖണ്ഡിൽ നിന്നും വിദഗ്ധ സംഘം തൃത്താല സന്ദർശിക്കുന്നത്. പദ്ധതി പ്രദേശങ്ങളായ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ സന്ദർശിക്കുന്ന സംഘം ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായും ആശയവിനിമയം നടത്തും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്ന വിദഗ്ധ സംഘം പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കും. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന പറന്നുയരാം കരുത്തോടെ എന്ന ബോധവൽക്കരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മന്ത്രിമാരായ ആർ ബിന്ദു, ജെ ചിഞ്ചുറാണി എന്നിവർ പങ്കെടുക്കും. ക്യാമ്പയിൻ അംബാസഡറായ നടി മഞ്ജു വാര്യരുമെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 2 വരെ നീട്ടി. റിമാൻഡ് കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കട്ടിളപ്പാളി കേസിലാണ് എൻ വാസു പ്രതിയായിട്ടുള്ളത്. അതേസമയം കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ വ്യാഴാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യവും തന്ത്രിയുടെ ജാമ്യ ഹർജിയും അന്ന് പരിഗണിക്കും. മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട നാളെ അടയ്ക്കും. ഈ തീർത്ഥാടന കാലത്തെ ദർശനം ഇന്ന് രാത്രി നടയടയ്ക്കും വരെ തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരവിളക്ക്, മകരമാസ പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രനട നാളെ രാവിലെ 6:30 അടയ്ക്കും. ഇന്ന് വൈകിട്ട് 6 വരെ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ മാത്രമേ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കൂ. ഇന്ന് രാത്രി നടയടയ്ക്കും വരെ മാത്രമാണ് ഈ തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകൂ. തുടർന്ന് മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും. മലദൈവങ്ങൾക്കും ഭൂതഗണങ്ങൾക്കുമുള്ള സമർപ്പണമാണിത്. നാളെ രാവിലെ 3 നട തുറക്കുമെങ്കിലും രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുള്ളത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. പഞ്ചാബിനെതിരെ ഈ മാസം 22-നാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഡിസംബറിൽ ആരംഭിച്ച് കണ്ണൂരിലും വയനാട്ടിലുമായി നടന്ന പരിശീലന ക്യാമ്പിൽ മികവ് തെളിയിച്ച 22 പേരാണ് അന്തിമ ടീമിലുള്ളത്. കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി. ശരണ്യയുടെ ആൺസുഹൃത്ത് വലിയന്നൂർ സ്വദേശി നിധിനെ കോടതി വെറുതെ വിട്ടു. നിധിനെതിരായ കുറ്റങ്ങൾ പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2020 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായ കുമാരി ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. തിരുവനന്തപുരം അമ്പലത്തറയിലെ വീട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട് നടക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം വെല്ലുവിളി നേരിടുന്ന സാഹചര്യങ്ങളിൽ പ്രത്യാശ പകരാൻ അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനാംഗങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ഈ മാസം 29-ന്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും.
കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന പറന്നുയരാം കരുത്തോടെ ബോധവൽക്കരണ പരിപാടിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട നാളെ അടയ്ക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. കേരളത്തിന്റെ ആദ്യ മത്സരം വ്യാഴാഴ്ച പഞ്ചാബിനെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.